അടുത്തതായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫ്രീക്വൻസി ടേബിൾസ് അല്ലെങ്കിൽ വിഭാഗ പട്ടികകൾ എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം മീൻ അല്ലെങ്കിൽ മാധ്യം എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിട്ടുള്ളത്? നമുക്ക് മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ആ നമ്പേഴ്സിന്റെ സെറ്റിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരുമായിരുന്നു അല്ലേ? അതായത് ഇവിടെ എന്താണ് 54 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന 3 ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ 56 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന 5 ദിവസങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് എല്ലാം തന്നിരുന്നത് അല്ലേ? അപ്പൊ ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ വിഭാഗ പട്ടികകളിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് തരത്തില്ല. നമുക്ക് എങ്ങനെയാണ് നമ്പേഴ്സിനെ തരുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഇതേപോലെയുള്ള പട്ടികകളാണ്, അതായത് ഇതേപോലെയുള്ള ടേബിൾസ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, 40 പേർക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകളെയാണ് ഇവിടെ ടേബിളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ 0-നും 10-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 4 പേരുണ്ടല്ലേ? അപ്പൊ ഇവിടെ 0 തൊട്ട് 10 വരെയുള്ള മാർക്കിനെ ഇങ്ങനെ ഒരു റേഞ്ച് ആക്കിയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കിനെ പറ്റി എഴുതിയപ്പം ഇങ്ങനെയായിരുന്നു, നമ്മൾ ഒരു റേഞ്ച് ആക്കിയാണോ എഴുതിയത്? അല്ല അല്ലേ? അതായത് 10 മാർക്ക് കിട്ടിയ 4 പേര് അല്ലെങ്കിൽ 15 മാർക്ക് കിട്ടിയ 6 പേര്, അങ്ങനെ ഇവിടെ മാർക്കിനെ നമ്മൾ റേഞ്ച് ആക്കിയല്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ മാർക്ക് റേഞ്ച് ആക്കി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ മീൻ കണ്ടുപിടിക്കാനായിട്ട് ഈ റേഞ്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ നിന്നൊരു നമ്പർ വേണം അല്ലേ? അപ്പൊ ആ നമ്പർ എഴുതാനായിട്ടാണ് നമ്മൾ അടുത്ത കോളം വരയ്ക്കുന്നത്, ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ വിഭാഗ മാധ്യം. അപ്പൊ നമുക്ക് ഈ വിഭാഗ മാധ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെ 0-ഉം 10-ഉം അല്ലേ? ഇവിടുത്തെ ലോവർ ലിമിറ്റ് ആണ് 0, അപ്പർ ലിമിറ്റ് ആണ് 10. അപ്പം നമുക്ക് ഈ കോളത്തിൽ ഈ ഒരു റേഞ്ചിൻ്റെ മാധ്യം വേണം അല്ലേ? അതായത് ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ, വിഭാഗ മാധ്യം എന്ന് പറഞ്ഞാൽ 0-ന്റെയും 10-ന്റെയും ഇടയ്ക്കുള്ള ആ ഒരു വാല്യൂ വേണം, ആ ഒരു നമ്പർ വേണം. അപ്പം അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും ചെറുത് ഇവിടെ 0 ആണല്ലേ, വലുത് 10-ഉമാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കായിട്ട് കിടക്കുന്ന നമ്പർ ആയിരിക്കും ഇവിടുത്തെ മാധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 0 ആണ്, ഏറ്റവും വലുത് 10 ആണ്. അപ്പം അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കണം. അപ്പം 0 + 10 എന്ന് പറയുന്നത് എത്രയാണ്? 10 തന്നെയാണ് അല്ലേ? 10 തന്നെയാണ്. 10-ന്റെ പകുതി എത്രയാണ്? 5 ആണ്. അപ്പം ഇവിടുത്തെ മാധ്യം എത്രയാണ്? 5 ആണ് അല്ലേ? ഇനി 10-ന്റെയും 20-ന്റെയും നടുക്കുള്ള നമ്പർ എന്തായിരിക്കും? ഇതേപോലെ നമുക്ക് എഴുതാം, 10 + 20/2. 10 20 കൂട്ടിയ 30 അല്ലേ? 30/2. അതായത് 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. അപ്പം അതിൻ്റെ മാധ്യം എന്ന് പറയുന്നത് 15 ആണല്ലേ? അപ്പം അടുത്തതിൻ്റെ മാധ്യം എന്തായിരിക്കും? 20-നും 30-നും ഇടയ്ക്കുള്ള നമ്പർ എന്തായിരിക്കും? 25 ആയിരിക്കും അല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. 30-ന്റെയും 40-ന്റെയും നടുക്കുള്ള നമ്പർ ഏതാണ്? 35. 40-ന്റെയും 50-ന്റെയും നടുക്കുള്ള നമ്പർ 45. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ചിന് പകരം എന്ത് കിട്ടി? നമ്പർ കിട്ടി അല്ലേ? ഇനി എന്താ ചെയ്യുന്നത്? ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ ആകെ മാർക്ക് കണ്ടുപിടിക്കാം. ആകെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, 5 മാർക്കുള്ള 4 പേരുണ്ടല്ലേ? അപ്പൊ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും? 5 × 4 20. അടുത്ത 15 മാർക്കുള്ള 6 പേരുണ്ടല്ലേ? അപ്പൊ എത്രയാണ്? 15 × 6 എന്ന് പറയുന്നത് 90. അടുത്ത 25 × 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400 എന്ന് കിട്ടും. അടുത്ത 35 × 8 എന്ന് പറയുന്നത് 280. അടുത്ത 45 × 6 എന്ന് പറയുന്നത് 270. അപ്പൊ ഇനി നമുക്ക് ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാം അല്ലേ? ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ആകെ എത്ര പേരുണ്ട്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു 40 പേരുടെ മാർക്കുകളെയാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അല്ലേ? അപ്പൊ 40 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ, മാർക്കുകളെല്ലാം കൂടെ കൂട്ടുമ്പം 1060 എന്നും കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മാധ്യം കണ്ടുപിടിക്കാം. മാധ്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് പറയുന്നത് 1060/40. 0 0 കൂടെ ക്യാൻസൽ ആയി പോവും. ബാക്കി എത്രയാണ്? 26.5. അപ്പം ഈ 40 പേരുടെയും കൂടെ മാർക്കിന്റെ മാധ്യം അല്ലെങ്കിൽ മാർക്കിന്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 26.5 ആണ്. അപ്പൊ ഇതേ മോഡൽ തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത് റേഞ്ച് ആയിട്ടാണ് തരുന്നത്. അപ്പൊ ഇതിൽ നമുക്കൊരു മാധ്യം അല്ലെങ്കിൽ ഒരു മീൻ കണ്ടുപിടിക്കണം, ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്താണ്? നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ മാർക്ക് ഡിവൈഡ് ബൈ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ മാധ്യം അല്ലെങ്കിൽ മീൻ കിട്ടും. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 241-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്തിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ എണ്ണവും ഹൈറ്റ്, ഉയരവും നമ്മൾ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നോക്കിയ ക്വസ്റ്റ്യന് നമുക്ക് ഈ 2 കോളവും തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് റേഞ്ച് ആക്കിയാണ് തന്നേക്കുന്നത് അല്ലേ. 148 തൊട്ട് 152 വരെ ഹൈറ്റുള്ള 8 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 152 തൊട്ട് 156 വരെ ഹൈറ്റുള്ള 10 കുട്ടികളുണ്ട്. 156 തൊട്ട് 160 വരെ ഹൈറ്റുള്ള 15 കുട്ടികളും 160 തൊട്ട് 164 വരെ ഹൈറ്റുള്ള 10 കുട്ടികളും 164 തൊട്ട് 168 വരെ ഹൈറ്റുള്ള 7 കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഉയരത്തിന്റെ മാധ്യം കണ്ടുപിടിക്കണം അല്ലേ, അതായത് ക്ലാസ് മാർക്ക്. അപ്പോൾ അടുത്ത കോളം എന്താണ്? ക്ലാസ് മാർക്ക് ആണ്. ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ആണല്ലേ. അതായത് ചെറിയ നമ്പറും വലിയ നമ്പറും കൂടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് ഈ ഒരു ക്ലാസിന്റെ മാധ്യം കിട്ടുന്നത് അല്ലേ, മീൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ 148നെയും 152നെയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കേണ്ട ആവശ്യമുണ്ടോ? 148ന്റെയും 152ന്റെയും നടുക്കായിട്ട് വരുന്ന നമ്പർ ഏതാണ്? 150 അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 150 എന്ന് എഴുതാം അല്ലേ. അപ്പൊ അടുത്ത 152ന്റെയും 156ന്റെയും നടുക്ക് വരുന്ന നമ്പർ ഏതാണ്? 154 ആയിരിക്കും. 154. അടുത്ത എത്ര ആയിരിക്കും അന്നേരം? 156ന്റെയും 160ന്റെയും നടുക്ക് വരുന്ന നമ്പർ 158. അതായത് ഇവിടെ നോക്കിയേ 148, 152. അടുത്ത 150, ഇവിടുത്തെ ഈ ലാസ്റ്റ് നമ്പറാണ് ഇവിടെ തുടങ്ങുന്നത് അല്ലേ. 152, 156. അപ്പൊ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏതാണോ അതാണ് ഇവിടുത്തെ ലോവർ ലിമിറ്റ് അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്റർവെല്, അതായത് ആദ്യത്തെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാ നോക്കിയേ? 4 ആണല്ലേ. അതുപോലെ തന്നെ 152, 156 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 4 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്ലാസസിന്റെ ഈ ഒരു ഇന്റർവെലിന്റെ വ്യത്യാസം എല്ലായിടത്തും എന്തായിരിക്കണം? ഒന്നുപോലെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ലോവർ ലിമിറ്റ് തുടങ്ങി അപ്പർ ലിമിറ്റ്, ഇവിടുത്തെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ക്ലാസിന്റെ ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അതിന്റെ അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ക്ലാസിന്റെ മാധ്യം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇന്റർവെൽ അങ്ങ് കൂട്ടി കൊടുത്താൽ മതി അല്ലേ. അപ്പൊ 150 ആണെങ്കിൽ ഇവിടെ 154, 4 കൂടെ കൂടിയല്ലോ. ഇനി 154 ആണെങ്കിൽ ഇവിടെ 158, 4 കൂടെ കൂടിയല്ലേ. അപ്പൊ ഇനി അടുത്ത എന്തായിരിക്കും? ഇതിന്റെ കൂടെ 4 കൂടെ കൂട്ടുക. അപ്പൊ എത്രയാണ്? 162. അടുത്ത എത്ര ആയിരിക്കും? 166. മനസ്സിലായോ? അപ്പൊ നമ്മൾ അടുത്ത കോളത്തിൽ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഹൈറ്റ്, അതായത് 150 സെന്റിമീറ്റർ ഉള്ള 8 കുട്ടികളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത കോളത്തിൽ എങ്ങനെ എഴുതുന്നത്? 150 ഗുണം 8. 150 ഗുണം 8 എത്രയാണ്? 1200. അതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ഗുണിക്കാം. അപ്പൊ 154 ഗുണം 10 എത്രയാണ്? 1540. അടുത്ത് ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 158 ഗുണം 15 2370. അടുത്തത് 162 ഗുണം 10 1620. അടുത്തത് 166 ഗുണം 7 1162. അപ്പൊ അടുത്ത് നമുക്ക് കുട്ടികളുടെ എണ്ണത്തിന്റെ ടോട്ടൽ എടുക്കണം, അതുപോലെ തന്നെ ഈ കോളത്തിന്റെയും ടോട്ടൽ എടുക്കണം അല്ലേ. ടോട്ടൽ അല്ലെങ്കിൽ ആകെ ഇവിടെ എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7892 കിട്ടും. അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, അതായത് മാധ്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മീൻ അല്ലെങ്കിൽ മാധ്യം, ടോട്ടൽ ഹൈറ്റ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ. ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഉയരം അല്ലേ. ആകെ ഉയരം ബൈ കുട്ടികളുടെ എണ്ണം. ഇവിടെ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 7892 ബൈ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 50 അല്ലേ. അപ്പൊ ഇതിനെ നമുക്കിനി ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1578.4 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കണേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ മീൻ അല്ലെങ്കിൽ മാധ്യം, അതായത് കുട്ടികളുടെ മാധ്യ ഉയരം അല്ലെങ്കിൽ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1578.4 എന്നാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ കൊടുത്തിരിക്കുന്ന ടേബിള് അധ്യാപകരുടെ പ്രായമനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൊരു ടേബിളാണ്. അപ്പോൾ നമുക്കിവിടെ അധ്യാപകരുടെ, അതായത് ടീച്ചേഴ്സിൻ്റെ മീൻ ഏജ് അല്ലെങ്കിൽ മാധ്യപ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ റേഞ്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, അതായത് ഓരോ ഇൻ്റർവെൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 25 തൊട്ട് 30 വയസ്സ് വരെയുള്ള 6 അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ 30 തൊട്ട് 35 വയസ്സ് വരെയുള്ള 14 അധ്യാപകർ അങ്ങനെ പോകുന്നല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത കോളത്തിൽ എന്താ വേണ്ടത്? ഈ അധ്യാപകരുടെ പ്രായത്തിന്റെ മീനാണ്, മാധ്യമാണ് വേണ്ടത് അല്ലേ, അതായത് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ വിഭാഗ മാധ്യം. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ലോവർ ലിമിറ്റ്
പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 അല്ലേ? അതായത് ഇവിടുത്തെ ചെറിയ നമ്പറും വലിയ നമ്പറും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക. അതിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 25ന്റെയും 30ന്റെയും നടുവിലായിട്ട് വരുന്ന ആ ഒരു നമ്പർ എത്രയായിരിക്കും? 25ന്റെയും 30ന്റെയും ആണ്. അതായത് 27.5 ആയിരിക്കും അല്ലേ? 27.5. അതുപോലെ തന്നെ 30ന്റെയും 35ന്റെയും നടുക്ക് വരുന്ന നമ്പർ എത്രയായിരിക്കും? 32.5. ഇവിടുത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് 5 വീതമാണ് അല്ലേ? ഇവിടെ 5 വീതമാണ് കൂടിക്കൂടി വരുന്നത്. ഇവിടെ എല്ലാം 5 വീതമാണ് കൂടിക്കൂടി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ലോവർ ലിമിറ്റ് 25, അപ്പർ ലിമിറ്റ് 30. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ആണ് അടുത്ത ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് 35 ആണെങ്കിൽ അത് അടുത്ത ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റ് ആണ്. അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഇനിയുള്ളതെല്ലാം എന്ത് ചെയ്യാം? 5 വീതം കൂട്ടി പോവാം അല്ലേ? അപ്പൊ അടുത്തത് 32.5ന്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 37.5 എന്ന് കിട്ടും അല്ലേ? അടുത്ത എത്ര ആയിരിക്കും? 42.5. അടുത്തത് 47.5. അടുത്തത് 52.5. അടുത്തത് 57.5. അടുത്ത് നമുക്ക് ഇവരുടെ ടോട്ടൽ ഏജ് അല്ലെങ്കിൽ ആകെ പ്രായം കണ്ടുപിടിക്കണം അല്ലേ? അതായത് 27.5, അതായത് 27.5 വയസ്സുള്ള 6 പേര്. ഇതെന്ന് പറയുന്ന മാധ്യമാണ്. ഏകദേശം എന്താണ് ഈ 6 പേരുടെയും കൂടെ പ്രായം എന്ന് പറയുന്നത് 27.5 ആണ് അല്ലേ? അപ്പൊ 27.5 വയസ്സുള്ള എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത കോളത്തിൽ എന്താ ചെയ്യേണ്ടത്? 27.5 ഗുണം 6 ചെയ്യണം അല്ലേ? അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 165 എന്ന് കിട്ടും. നിങ്ങൾ ഈ കാൽക്കുലേഷനൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത് 32.5 വയസ്സുള്ള 14 പേരുണ്ട് അല്ലേ? അപ്പൊ 32.5 വയസ്സുള്ള എത്ര പേരുണ്ട്? 14 പേരുണ്ട്. അപ്പൊ ടോട്ടൽ ഏജ് എത്രയാണ്? 455 ആണ്. ഇനി അടുത്ത 37.5 ഇൻറ്റു 18 എന്ന് എഴുതുന്നില്ല. ടോട്ടൽ ഏജ് എത്രയായിരിക്കും ഇവിടുത്തെ? ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പം 675 എന്ന് കിട്ടും. അടുത്ത ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 850. അടുത്തത് 237.5. അടുത്ത 52.5ഉം 4ഉം കൂടെ ഗുണിക്കുമ്പം 210. അടുത്ത 57.5ഉം 3 കൂടെ ഗുണിക്കുമ്പം 172.5. അപ്പൊ ഇവിടുത്തെ എല്ലാം ടോട്ടൽ ഏജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്? അധ്യാപകരുടെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 70 എന്ന് കിട്ടും. അതായത് 70 അധ്യാപകരുണ്ട് അവിടെ ആകെ. ഈ 70 അധ്യാപകരുടെയും കൂടെ ആകെ ഏജ് എത്രയായിരിക്കും? ആകെ പ്രായം എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2765 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് അവരുടെ ടോട്ടൽ ഏജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാധ്യം കണ്ടുപിടിക്കാമല്ലോ, മീൻ കണ്ടുപിടിക്കാം. ടോട്ടൽ ഏജിന് പകരം എന്ത് കൊടുക്കാം? ആകെ പ്രായം അല്ലേ? ആകെ പ്രായം ബൈ നമ്പർ ഓഫ് ടീച്ചേഴ്സ്, അധ്യാപകരുടെ എണ്ണം. അപ്പൊ ഇവിടെ ആകെ ഏജ്, ടോട്ടൽ ഏജ് 2765 ആണ്. ബൈ അധ്യാപകരുടെ എണ്ണം എത്രയാണ്? 70. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 39.5 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ മീൻ ഏജ് ഓഫ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാധ്യപ്രായം, അധ്യാപകരുടെ മാധ്യപ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 39.5 ആണ്. അതായത് 39.5 വയസ്സാണ് ഇവിടുത്തെ ടീച്ചർമാരുടെ മാധ്യപ്രായം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഭാരമനുസരിച്ച് തരംതിരിച്ചൊരു പട്ടികയാണ്, ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മീൻ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് മാധ്യ ഭാരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് റേഞ്ച് ആയിട്ടാണ് ഈ വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഭാരത്തിന്റെ മാധ്യം കണ്ടുപിടിക്കണം അല്ലെ? 21ന്റെയും 23ന്റെയും കൂടെ മാധ്യം. മീൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 21 അധികം 23 ബൈ 2 അല്ലെ? അതായത് ലോവർ ലിമിറ്റ്, അതായത് ചെറിയ നമ്പർ പ്ലസ് വലിയ നമ്പർ ബൈ 2 ചെയ്താൽ മതി. 21നെയും 23നെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 44 എന്ന് കിട്ടും അല്ലെ? 44 ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 22. അല്ലെ തന്നെ നമുക്കറിയാം 21ന്റെയും 23ന്റെയും നടുക്കുള്ള നമ്പർ എത്രയാണ്? 22 ആണല്ലേ? അടുത്ത 23ന്റെയും 25ന്റെയും നടുക്ക് എത്രയായിരിക്കും? 24 ആയിരിക്കും. ഇവിടുത്തെ ഇന്റർവെൽ നോക്കിയേ, എത്രയാണ് ഇവിടുത്തെ ഡിഫറൻസ്? അതായത് വ്യത്യാസം എത്രയാണ്? 2 ആണ്. എല്ലായിടത്തും 2 വീതമാണ് അല്ലേ? അതായത് 25ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 27 കിട്ടുന്നത്. അല്ലെങ്കിൽ 27 മൈനസ് 2 ആണ് 25. അപ്പൊ ഇവിടെ എല്ലാം 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും 2 കൂട്ടി പോവാം അല്ലേ? അപ്പൊ 22, 24, അടുത്ത എത്ര ആയിരിക്കും? 26, 28, 30, 32. അല്ലെ തന്നെ നോക്കിയാൽ മതി. 31ന്റെയും 33ന്റെയും നടുക്കുള്ള നമ്പർ ഏതാണ്? 32 ആണ്. 29ന്റെയും 31ന്റെയും നടുക്കുള്ള നമ്പർ എത്രയാണ്? 30 ആണ്. 27ന്റെയും 29ന്റെയും നടുക്കുള്ള നമ്പർ 28. 25ന്റെയും 27ന്റെയും നടുക്കുള്ള നമ്പർ 26. അങ്ങനെ പോകും അല്ലേ?
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോട്ടൽ വെയിറ്റ്, അതായത് ആകെ ഭാരം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോളം നമ്മൾ എങ്ങനെ എഴുതുന്നത്? കുട്ടികളുടെ എണ്ണം 4 അവരുടെ ഭാരത്തിന്റെ ആ ഒരു മാധ്യം എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഭാരത്തിന്റെ മാധ്യം എന്ന് പറയുന്നത് 22 4 × 22 88 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 88. ഇവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 7 × 24 എത്രയാണ്? 168. അടുത്ത 8 × 26 208. അടുത്തത് 6 × 28 168. അടുത്ത 3 × 30 90. 1 × 32 32. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ വാല്യൂസ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇവിടെ എഴുതാവൂ. അപ്പോൾ ഇനി നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം എത്രയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 29 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ആകെയും കണ്ടുപിടിക്കണം അല്ലേ, അതായത് ടോട്ടലും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 754 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീൻ വെയിറ്റ് കണ്ടുപിടിക്കാം അല്ലേ. മീൻ അല്ലെങ്കിൽ മാധ്യം. മീൻ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വെയിറ്റ് അല്ലെങ്കിൽ ആകെ ഭാരം ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ എന്താണ്? കുട്ടികളുടെ എണ്ണം. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് നമുക്ക് 754 കിട്ടി, ബൈ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 29 അല്ലേ. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 26 കിലോഗ്രാം എന്ന് കിട്ടും. അതായത് മീൻ വെയിറ്റ് അല്ലെങ്കിൽ മാധ്യഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 26 കിലോഗ്രാം എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലും കണക്കുകൾ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആൻസർ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവരക്കണക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്തിട്ടുണ്ട്.